കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്നാരോപിച്ച് ഒരു യുവാവിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി. മിനിറ്റുകൾക്കുള്ളിൽ അവൻ നാടിന് മുന്നിൽ കുറ്റവാളിയായി. ജോലി പോയി, മാനസികമായി തകർന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം CCTV ദൃശ്യങ്ങൾ വന്നപ്പോഴാണ് ലോകമറിഞ്ഞത് അവൻ നിരപരാധിയാണെന്ന്. പക്ഷെ അപ്പോഴേക്കും അവന്റെ ജീവിതം നശിച്ചു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ നീതിക്കും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള വലിയൊരു ധൈര്യമായിരുന്നു സോഷ്യൽ മീഡിയ. എന്നാൽ ഇന്ന് ആ ആയുധം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. സത്യം നോക്കാതെ ഒരാളെ വിചാരണ ചെയ്യാനും തകർക്കാനുമുള്ള ഉപകരണമായി ഇത് മാറുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നത് നമ്മുടെ സമൂഹമാണ്. ഇത്തരമൊരു സൈബർ വിചാരണയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക്. ഒരു ബസ് യാത്രക്കിടയിലെ തിരക്കിനെ അതിക്രമം എന്ന് മുദ്രകുത്തി പകർത്തിയ വീഡിയോ ദീപകിനെ മാനസികമായി തകർത്തു. ആ സമ്മർദ്ദം താങ്ങാനാവാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നിയമം കയ്യിലെടുക്കുന്ന സൈബർ ആൾക്കൂട്ടം ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു. നിങ്ങളുടെ ഓരോ ഷെയറും കമന്റും ഒരാളുടെ ജീവിതം തകർക്കുന്ന ആയുധമാകരുത്. ദീപകിന് കണ്ണീരോടെ ആദരാഞ്ജലികൾ. ഇനിയൊരു ദീപക് ആവർത്തിക്കാതിരിക്കട്ടെ.